പാർവതി ദേവി ഒരുക്കിയ മനോഹരമായ പൂന്തോട്ടം കാണുവാൻ ശ്രീ മഹാദേവനെത്തുന്നു. പൂന്തോട്ടം കണ്ടതും മഹാദേവന്റെ മനസ്സിൽ പ്രണയഭാവമുണർന്നു. ഭഗവാന്റെ പ്രണയഭാവം വിയർപ്പ് തുള്ളികളായി താമരപ്പൂവിൽ പതിച്ചതും അതിൽ നിന്നും ഒരു പെൺകുഞ്ഞ് പിറവിയെടുക്കുന്നു. കാളകൂട വിഷം പാനം ചെയ്തിരുന്ന മഹാദേവന്റെ ശരീരം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന വിഷം കുഞ്ഞിലേക്ക് പകരാതിരിക്കാൻ കുഞ്ഞിനെ വേഗം തന്നെ ഒരു യുവതിയാക്കി മാറ്റും. ഭഗവാന്റെ മനോകാമനയിൽ പിറന്ന കുഞ്ഞായതുകൊണ്ട് മനസ്സ എന്ന നാമം നൽകുന്നു. മഹാദേവനോടൊപ്പം കൈലാസത്തിലെത്തിയ മനസ്സെ മകളായി അംഗീകരിക്കാൻ പാർവതി ദേവി തയ്യാറായില്ല. അതിൽ മനംനൊന്ത മനസ്സ വനത്തിലേക്ക് പോകുന്നു. ധർമ്മസങ്കടത്തിലായ ശ്രീ മഹാദേവൻ വനത്തിലെത്തി മനസ്സയെ കാണുന്നു. ആ സമയം മഹാദേവന്റെ സങ്കടം മനസ്സിലാക്കിയ വാസുകി നാഗം പ്രത്യക്ഷപ്പെട്ട് മനസ്സയെ സ്വന്തം സഹോദരിയായി സ്വീകരിച്ച് പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പാതാള ദേവതയായി വസിച്ചു വന്നിരുന്ന മനസ്സ തനിക്ക് ശാപമോക്ഷം നൽകി ദേവലോകത്ത് സ്ഥാനം കൽപ്പിച്ചു കിട്ടുവാൻ ശ്രീ മഹാദേവനോട് അപേക്ഷിച്ചു. തന്റെ മകളുടെ ആവശ്യമറിഞ്ഞ ഭഗവാൻ ശ്രീ മഹാദേവൻ മനസ്സയോടായി പറഞ്ഞു, ചാന്ദ് സദാഗർ എന്ന ഭക്തൻ എന്ന് നിന്നെ ഭജിക്കുന്നുവോ അന്ന് നീ ശാപത്തിൽ നിന്നും മുക്തി നേടും. ഭഗവാനിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച മനസ്സ ചാന്ദ് സദാഗറിനെ സമീപിച്ച് തന്നെ പൂജിക്കണമെന്ന് കൽപ്പിക്കണം. എന്നാൽ ദേവഭക്തനായ ചാന്ദ് സദാഗർ മനസ്സയെ ആരാധിക്കാൻ വിസമ്മതിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതിൽ മനംനൊന്ത ശിവാംശമായ മനസ്സ തന്റെ ഉഗ്രരൂപമായ നാഗഭൈരവിയായി പിറവിയെടുത്ത് തന്റെ നാഗങ്ങളുമൊത്ത് ചാന്ദ് സദാഗറിന്റെ 7 പുത്രന്മാരെയും വധിക്കുന്നു. ഭക്തജന മനസ്സുകളിൽ ഒരേ സമയം അത്ഭുതവും ഭക്തിയും ജനിപ്പിക്കുന്ന കെട്ടുകാഴ്ച അബി ആർട്സ് കൊല്ലം അവതരിപ്പിക്കുന്ന ശ്രീ നാഗഭൈരവി. नित्यानन्दकरे वराभयकरे सौन्दर्यरत्नाकरे निर्दोताकिल घोरपावनकरे प्रत्यक्षमाहेश्वरे प्रालेयाचलवंशपावनकरे काशीपुराधीश्वरे भिक्षां देहि कृपावलम्बनकरे मातान्नपूर्णेश्वरे नानारत्नविचित्रभूषणकरे हेमाम्बराडम्बरे मुक्ताहारविलम्बमानविलसन् वक्षोजकुम्भान्तरे काश्मीरागरुवासिता